യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഏട്ടൻ വിളിച്ചിട്ട് തിരിച്ചു വന്നാ അമ്മയ്ക്ക് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റില്ല. ഏട്ടന്റെ മനസ്സ് വിച്ചുമോനെ ഓർത്ത് വല്ലാതെ കൈവിട്ടു പോയിരിക്കുക. അതാ ഇന്നലെ ഏട്ടൻ കുടിച്ചിട്ട് വന്നു ഓരോന്ന് കാണിച്ചത്. അമ്മയെല്ലാം കണ്ടല്ലോ. ഏട്ടന് മോനെ കാണണമെന്ന് പറഞ്ഞാ അമ്മയ്ക്ക് അത് തടയാൻ പറ്റുമോ? അതൊന്നും അത്ര പെട്ടെന്ന് എന്തിനാ എന്നോട് പറയില്ലടി. ഇന്നലെ അവന് സ്വന്തം കുഞ്ഞിനെ ഓർമ്മ വന്നപ്പോ നിന്റെ കുഞ്ഞിന്റെ അടുത്തേക്കല്ലേ വന്നത്. നമുക്ക് നോക്കാം. നിനക്ക് തന്ന വാക്ക് എന്ത് സഹിച്ച് പാലിക്കേണ്ട ഒരു കടമ അവനുണ്ടല്ലോ. അവന് എത്ര നാൾ അതിന് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അധികകാലം ഏട്ടനത് പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതാ ഞാൻ പറയുന്നത്. ഏട്ടന്റെ തീരുമാനം മാറ്റുന്നതിന് മുമ്പ് ഏട്ടന്റെ മനസ്സറിഞ്ഞതുപോലെ നമ്മൾ ഏട്ടത്തെയും കുഞ്ഞിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ ഏട്ടന് നമ്മളോടുള്ള മതിപ്പ് കൂടെയല്ലേ ഉള്ളൂ. നമ്മുടെ ഔദാര്യം കൊണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് തന്നെയല്ലേ നമുക്ക് നല്ലത്. ആ വരട്ടടി, നമുക്ക് നോക്കാന്നേ. ഇപ്പൊ പെട്ടെന്ന് ചാടിക്കറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഉടനെ തിരിച്ചു വന്നാ ഇവിടെയുള്ളവർക്ക് അത്രയേ ചങ്കുറപ്പുള്ളെന്ന് അവക്ക് തോന്നരുതല്ലോ. അതിനിട കൊടുത്തുകൂടാ. ആ ഇനി അവളിങ്ങോട്ട് തിരിച്ചു വന്നാ അവളുടെ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം. അനുപമ അടിമയെ പോലെ ഇവിടെ നിന്നുകൊള്ളാവുന്ന അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വേണം അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ. അതിനെന്തു വേണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മേ? ഏട്ടത്തിക്കെതിരെ ചെയ്യാവുന്നതിനപ്പുറവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്തും കൂടിപ്പോയാ തിരിച്ചടിയായിരിക്കും. ഡീ, അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലോ. നീ പോയി കുഞ്ഞിന് പാല് കൊടുക്ക്. ചെല്. എന്നെ എപ്പോ കണ്ടാലും ദേഷ്യത്തോടെ നോക്കുന്ന മഞ്ചാടി ഇന്ന് ആദ്യമായി പുഞ്ചിരിച്ച കണ്ടപ്പോ എന്റെ കിളി അങ്ങ് പോയി. എന്തായാലും സന്തോഷമായി. ഇങ്ങനെ വഴിയിൽ കാണുന്ന സംസാരിക്കുന്നത് ശരിയല്ല. കോളേജിനടുത്തുള്ള പാർക്കിൽ വരാവോ? നമുക്ക് സംസാരിക്കാം. പാർക്കിലോ? ഞാൻ വരാം, ഉറപ്പായും വരാം. ഇപ്പൊ പോയാലോ? അയ്യോ, ഇപ്പൊ വേണ്ട. സമയം ഞാൻ അറിയിക്കാം. മതി, ഞാൻ എന്തായാലും വന്നോളാം. ശരി, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഓക്കെ. എടാ, നീ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഞ്ചാടി അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. എന്റെ പൊന്നു മോനെ, നിന്നെ ഇനി അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അത് സത്യമാ. ചിലപ്പോ നിന്റെ ശല്യവും വായ്നോട്ടും സഹിക്കാൻ പറ്റാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണെങ്കിലോ? എടാ, ഇതൊന്നും അല്ല. എന്റെ സ്നേഹം
സത്യമാണെന്ന് മഞ്ചാടിക്ക് മനസ്സിലായി കാണും. എന്നാലും വെറുതെ പുറകെ നടന്നാൽ വളയുന്ന സാധാരണ പെൺകുട്ടിയാണ് മഞ്ചാടിയെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, അങ്ങനെ വെറുതെ നടന്ന ഇവിടെ ആരും വളയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്ക് അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളോട് അടുപ്പം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നൊക്കെ അറിയാൻ കുറച്ച് സമയം എടുത്തുന്നിരിക്കും. അതുവരെ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് അത് നമുക്ക് വേണം. എനിക്കറിയില്ല. എന്നാലും ലോകത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് പെൺകുട്ടികളുടെ മനസ്സാ. അവർ ചെയ്യുന്നതായിരിക്കില്ല പറയുന്നതായിരിക്കില്ല ചെയ്യുന്നേ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. നീ പോടാ. എടാ, അവക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ദേ ഇന്ന് അവള് രഘുവിനെ കൂട്ടിക്കൊണ്ട് വന്നേനെ. അങ്ങനെ ചെയ്തില്ലല്ലോ. ഇല്ലല്ലോ. അതിന്റെ അർത്ഥം അവൾ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാ. എടാ നോക്കടാ, കണ്ട സത്യം. അയ്യോ മഞ്ചാടി, ശരിക്കും സത്യം. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഹലോ മഞ്ചാടി. ഹലോ. എന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ അത് സത്യമാവെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പൊ വിളിച്ചതിന് താങ്ക്സ്. 11 മണിക്ക് ഞാൻ പറഞ്ഞ പാർക്കിൽ വരാവോ? എനിക്ക് സെക്കൻഡ് അവർ ക്ലാസ് ഇല്ല. അപ്പോഴേക്കും ഞാൻ വരാം. ഞാൻ വരാം, ഉറപ്പായിട്ടും വരാം. ശരി. ഓക്കെ ശരി. പിന്നെ ഹലോ, കട്ടായി. എടാ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. 11 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞതാ ഇപ്പൊ വിളിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അളിയാ. ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികളുടെ മനസ്സ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. നീ എന്തായാലും പോയിട്ട് വാ. ഇത് ധൈര്യമായിട്ടില്ലേ. അളിയാ, അപ്പൊ പോയിട്ട് വരാം. ഓക്കെ. പക്ഷേ ഞാൻ ഇന്നാ ഇറങ്ങട്ടെ. 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോവായിരുന്നു. ദയമോളെന്ന് കാണണമെന്ന് തോന്നിയിട്ടാ ഞാൻ വന്നത്. പിന്നെ ഒരു ദിവസം മാഷിന്റെയും മക്കളുടെയും കൂടെ നിൽക്കാനും പറ്റി. മനസ്സ് നിറഞ്ഞു. ഇനിയും ഞാൻ തിരിച്ചു ചെല്ലാൻ താമസിച്ചാൽ എന്റെ വീട്ടിലുള്ളവരെ രീതി അറിയാലോ. വെറുതെ ഓരോന്നും കുത്തിയും കൊള്ളിച്ചും പറയാൻ തുടങ്ങും. വെറുതെ എന്ന് കിട്ടിയ സന്തോഷം കളയണ്ട. ആയിക്കോട്ടെ. അതങ്ങനെ നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ കിടന്നോട്ടെ. ശരി, രാമനാഥന്റെ ഇഷ്ടം. അങ്ങനെ ആവട്ടെ. ബാലിനിപ്പ ഇറങ്ങണില്ലല്ലോ. ഇല്ല. എന്നാ ശരി മോളെ. ദേ അച്ഛൻ ഇറങ്ങ കേട്ടോ. അനു, ചിരു, ഞാൻ ഇറങ്ങ കേട്ടോ. ശരി. പാവം ശബരിക്ക് ഈ അച്ഛന്റെ ഗുണങ്ങളാവും കിട്ടിയത്. ഇക്കാലത്ത് മരുമക്കളെ ഇങ്ങനെ കാണാൻ വരുന്ന എത്ര അച്ഛന്മാരുണ്ടാവും. അക്കാര്യത്തില് ചീരുവിനും ഭാഗ്യമുണ്ട്. അല്ല, എന്നാ പിന്നെ ഞാനും ഇന്ന് തന്നെ ഇറങ്ങിയാലോ മോളെ. അച്ഛൻ തിരിച്ചു പോവാണോ? തിരിച്ചേതായാലും ആ വീട്ടിലേക്ക് ഞാനില്ല. ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോവാ. കാശിയും ഹരിദ്വാറും ഋഷികേശ്വരും ഒക്കെ ഒന്ന് പോവാം. ഇനിയുള്ള ജീവിതം മഹാദേവന്റെ മടിത്തട്ടിലാവട്ടെ. ഗംഗയിൽ കുളിച്ച് കാശിനാഥനെ കണ്ട് അവിടെ ഏതെങ്കിലും ആശ്രമത്തിൽ കഴിയാം. ഒടുവിൽ ആ പുണ്യഭൂമിയിൽ തന്നെ എരിഞ്ഞടങ്ങി ശിവലോകത്തിലേക്ക് പോവാം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ.
അച്ഛന്റെ കൊച്ചുമക്കളെ കൊഞ്ചിച്ച് അച്ഛന് മതിയായോ? ആയുർവേദ ആശുപത്രി കിടക്കുന്ന അമ്മയുടെ കാര്യം അച്ഛൻ മറന്നുപോയോ? ഏയ് അതല്ല മോളെ. ഇനി ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു തോന്നല് അത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്.